ഹലോ ഗായ്സ്, നമ്മളിപ്പം കളിക്കാൻ പോകുന്ന ക്യാബിൻ ക്രൂ സിമുലേറ്റർ. ഇപ്പോൾ എൻ്റെ ഈ രണ്ടാമത്തെ അക്കൗണ്ട് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാ. പിന്നെ നമ്മുടെ പുതിയൊരു പ്ലെയിൻ മേടിക്കാൻ പോവാ. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ നമുക്കൊരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ഫ്ലൈറ്റ്. അതിന് നമുക്ക് നമ്മുടെ ഈ പാട്ട് മാറ്റാം, കോപ്പിറൈറ്റ് ആവുമല്ലോ. ഓഡിയോ എയർപോർട്ട് മ്യൂസിക് ബൈ ബൈ. ഓക്കെ ഗൈസ്, നമുക്ക് 1 സ്റ്റാർ റേറ്റിംഗ്. അതെന്ത് പറ്റി? നമ്മൾ തുടങ്ങിയതേ ഉള്ളല്ലോ. കസ്റ്റമേഴ്സ് ന്യൂയോർക്ക് സിറ്റി RJ 145. അതിന് മുമ്പ് നമുക്ക് ഒരു സൂട്ട് കേസിന് കുറച്ച് പൈസ കട്ടെടുക്കാം. ഓക്കെ, ക്ലെയിം റിവാർഡ് എന്ത് ചെയ്യുക? ഓക്കെ, നമ്മുടെ $3000 ഉണ്ട്. അതിന് നമുക്ക് കുറച്ച് കോഡ്സ് റിഡീം ചെയ്യാം. എൻ്റർ കോഡ് ഒക്കെ ഡ്രീം ലൈനർ ഭയങ്കര കോഡ് അടിക്കാം. ഡ്രീം ലൈനർ ഓക്കെ. നമ്മുടെ 6000 മുമ്പ് ഫ്രോസ്റ്റ് 10,000. നെക്സ്റ്റ് കൊങ്കോറൈഡ്, മറ്റൊരു മുള്ളു ഫ്രണ്ടിയുടെ പ്ലെയിൻ 14,000. അതിന് ദുബായി നടിക്കും. ദുബായ് എക്സ്പയർഡ് കോൾ മുമ്പേ വർക്കാവുമായിരുന്നല്ലോ. നമുക്ക് ബണ്ണി അടിക്കാം. ബണ്ണി ഈസ്റ്റർ അപ്ഡേറ്റ് $17,000 ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് അമ്യൂണിറ്റി കിറ്റ്. അമ്യൂണിറ്റി ഓക്കെ, MIT അമ്യൂണിറ്റി. എനിക്ക് സ്പെല്ലിങ് അറിയത്തില്ല. ഓക്കെ, അത് എക്സ്പയർഡ് കോഡോ. നമുക്ക് 17,000 ഉണ്ട്. നമുക്കെന്നാൽ ഒരു ഫ്ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്വിക്ക് സ്റ്റാർട്ട് ഗേറ്റ് 5. എനിക്ക് ആ ഈസ്റ്റർ അപ്ഡേറ്റ് ചെയ്താൽ എനിക്ക് കുറേ ക്യാഷ് കിട്ടും. ഓക്കെ, ഗേറ്റ് 5. നമ്മുടെ പ്ലെയിൻ എവിടെ പോയി? ഈ അക്കൗണ്ട് എനിക്കൊരു ഫ്രണ്ട് തന്നെ, അവൻ സ്വന്തമായിട്ട് തന്നെ എനിക്ക് ഈ അക്കൗണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ പ്ലെയിൻ തോന്നുന്നു അവിടെ നിൽപ്പുണ്ട്. ഒരു സെമി പ്രൈവറ്റ് ജെറ്റ്. സ്റ്റാർട്ട് എക്കണോമി ബോർഡിങ്. കയറിക്കോ. നമ്മുടെ 2 പൈലറ്റ്സ് പോകുന്നു ഫ്രണ്ടിൽ. കയറിക്കോ. ഹലോ സാർ. ഒരു പാസഞ്ചർ കണ്ട് കയറിപ്പോകുന്നു. നമ്മുടെ 2 പൈലറ്റ്സ് കയറിയിട്ടുണ്ട്. നാപ്കിൻസ്. കോക്ക്പിറ്റ് ഡോർ അടയ്ക്കാം. ഈ തൂവാലെടുത്ത് ഇതിനകത്ത് വെക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം എത്ര പേര് ബോർഡായിട്ടുണ്ട്? കുറേ പേര് ബോർഡായിട്ടുണ്ട്. ബ്ലൂ കളർ ലൈറ്റ്. സെമി പ്രൈവറ്റ് ജെറ്റിൽ ആകെ എത്ര 11 സീറ്റേ ഉള്ളൂ. ഇനി ഡിപ്പാർച്ചർ ടൈം എത്ര? ഓക്കെ, ഓൺ ടൈം ഡിപ്പാർച്ചർ. ഇതെല്ലാം ഓവർഹെഡ് ബിൻസ് എല്ലാം അടയ്ക്കാം. ക്ലോസ്. ഓക്കെ ബ്രോ, എണീക്ക്. ഓക്കെ, ഇതിൻ്റെ ട്രേ ടേബിൾ അടയ്ക്ക്. ഓക്കെ ഗൈസ്, എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുഷ് ബാക്ക് നോക്കാം. നമുക്ക് ഈ ജംപ് സീറ്റ് ഇരിക്കാം. ഓക്കെ ഗൈസ്, ഈ ഗെയിം റിയലിസ്റ്റിക് പ്ലെയിൻ സൗണ്ട് ഉണ്ട്. എല്ലാം റിയലിസ്റ്റിക്. ഈ ഗെയിം റിയലിസ്റ്റിക് ഫ്ലൈറ്റ് സിമുലേറ്ററാണ്. ഓക്കെ, ഈ വണ്ടി നമ്മളെ റൺവേയിലോട്ടല്ല, നമ്മൾ റിവേഴ്സ് ആക്കിയിട്ട് നമ്മൾ തന്നെ ഫ്രണ്ടോട്ട് പോയിട്ട് റൺവേയിലോട്ട് ടാക്സി ചെയ്തിട്ട് ടേക്ക് ഓഫ് ആവും. ഓക്കെ. ക്യാബിൻ ക്രൂ സിമുലേറ്റർ കുറേ അമേരിക്കൻകാരും ഫോറിൻ കൺട്രീസുകാരും ഫോറിൻ സ്റ്റേറ്റ്സുകാരൊക്കെ കാണുന്നതാണ്. ആർക്കും എൻ്റെ ലാംഗ്വേജ് അറിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ടാക്സി ചെയ്യാം. സെമി പ്രൈവറ്റ് ജെറ്റ് പോലെ ഇരിപ്പുണ്ട്. പക്ഷെ അകത്തോട്ട് നോക്കിയ സെമി പ്രൈവറ്റാണ്. ആദ്യമായിട്ടൊരു പ്ലെയിൻ കമ്പനി തുടങ്ങിയ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്ത് ഈ പ്ലെയിൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇനി കാശുണ്ടാക്കിയ പുതിയ പ്ലെയിൻ മേടിക്കാം. നമ്മുടെ ഗോൾ വെച്ചാൽ DC-10 ആയിരിക്കും. നമ്മുടെ റൺവേ ഏതായിരിക്കും? ലെഫ്റ്റ് ആയിരിക്കും, റൈറ്റ് ആയിരിക്കും? അവിടെ ഒരു ഓപ്ഷൻസ് വെക്കുക. ഞാൻ റൈറ്റ് ചൂസ് ചെയ്യാൻ പോവാം. നിങ്ങൾ റൈറ്റ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ചൂസ് ചെയ്യാം. എൻ്റെ ഗസ് റൈറ്റ് ആയിരിക്കും. നിങ്ങളുടെ ഗസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി.
ഓക്കെ, സോ ഇപ്പം ആരുടെ ഗസ്സായിരിക്കും? ഓക്കെ ഗൈസ്, എൻ്റെയും പിന്നെ റൈറ്റ് എടുത്തമാരുടെ ഗസ്സാ കറക്റ്റ്. ലെഫ്റ്റ് എടുത്തമാർ തോറ്റു, പക്ഷെ കുഴപ്പമില്ല. ഇപ്പോൾ 2 പ്ലെയിൻ ഉണ്ടാകാം, ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ടേക്ക് ഓഫ് ആകാൻ പോകേണ്ട ഗൈസ്. റിയലിസ്റ്റിക് സൗണ്ട് പ്ലെയിൻ്റെ ഡെവലപ്പർ എവിടെ നിന്നാണ് എടുത്തതെന്ന് എനിക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. കോക്പിറ്റിനകത്ത് പുറകു വശം, ഫ്രണ്ട് വശം, നമ്മൾ അകത്ത് വശം, ഒരു പാസഞ്ചറായി ടേക്ക് ഓഫ് ആവുക ഗൈസ്. ന്യൂയോർക്ക് അല്ല, റോബ്ലോക്സിയ ടു ന്യൂയോർക്ക് സിറ്റി. ഓക്കെ ഗൈസ്, നമ്മൾ ആകാശത്ത ടാറ്റ റോബ്ലോക്സിയ. ഈ പ്ലെയിൻ പ്രൈവറ്റ് ജെറ്റ് പോലെ, ഈ വൈറ്റ് കളർ ഫുള്ള് കൊടുത്താൽ പ്രൈവറ്റ് ജെറ്റ് ആവും. പിന്നെ ഫസ്റ്റ് ക്ലാസ് സീറ്റ് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അച്ചീവ്മെൻറ്റ്സ്: ഇറ്റാലിയൻ എയർപ്ലെയിൻ മോഡ്, ഗുരു, ബൂമറിങ്, ബിസിനസ് ക്രൂ, ക്യാബിൻ ക്രൂ, ചാമ്പ്യൻ. ഓക്കെ, ഫുഡ് നമുക്ക് സെർവ് ചെയ്യാം. അമ്മൂമ്മയ്ക്ക് ആദ്യം പീനട്സ് 3 പേർക്ക് പീനട്സ് വേണം. എത്ര പേർക്ക് പീനട്സ് വേണം? പീനട്സ് 4 പേർക്ക് പീനട്സ്. ടെർബുലൻസ്, ലൈറ്റ് ടെർബുലൻസ്, ഒരു കുഴപ്പമില്ല. സെർവിയർ ആണെങ്കിൽ അവിടെ സൂട്ട് കേസ് എല്ലാം താഴെ വിടും, നമ്മളവിടെ നിന്ന് ഡാൻസും കളിക്കും. ക്രാക്കേഴ്സ് എന്നാ. ഓക്കെ, കൊക്കോക്കോള ഇവന്. കോഫി എന്നാ ബ്രോ, നമ്മ കോഫി കൊക്കോക്കോള. ഇവന് പീനട്സ്. ഇപ്പോൾ പീനട്സ് ആണല്ലോ ഫേമസ് ഫുഡ് പ്ലെയിൻ്റെ. കോഫി എന്നാ. ഓക്കെ, എൻ്റെ കാമാർക്ക് സെർവ് ചെയ്യാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ഇവന്മാർക്ക് കൊക്കോക്കോള. ഓക്കെ, സർവിങ് ഡൺ. നമ്മുടെ അറൈവൽ ടൈം എത്ര? അറൈവൽ ടൈം 3:50 PM. ഓ, നമുക്ക് ട്രാഷ് എടുക്കാം. ട്രാഷ്. ഓക്കെ, കമ്പനി പ്രിപ്പയർ ചെയ്യാം ക്യാബിൻ. വൈഫൈ ഈസ് വേഴ്സ് ദാൻ എക്സ്പെക്റ്റഡ്. തുടങ്ങിയത് വളരെ ഫ്ലൈറ്റ് വൈഫൈ ഒക്കെ സ്ലോ ആകാം നമ്മുടെ പ്ലെയിൻ്റെ. ആകാശത്തല്ലേ. എനിക്ക് ഒന്നും ചെയ്തിട്ടുമില്ല ഇവൻ. ഇവനെന്തോ ഇവൻ്റെ പ്ലെയിനാന്ന് വിചാരിച്ചാന്നോ? ഇവനങ്ങ് സോക്കേടില്ല. മൈ ഡേറ്റ് ഇസ് ഡേവിഡ് ബസൂക്ക. എ ഡിസ്ട്രിബ്യൂട്ട് പാസഞ്ചർ. കാരണം അവൻ്റെ കൈ നമ്മൾ ടേപ്പ് ചെയ്തിട്ടുണ്ട്, സെലോ ടേപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് അവനെ ഡക്ക് ടേപ്പ് കൊണ്ട് അവനെ ഒന്ന് കെട്ടി പിന്നെ നമ്മൾ കെട്ടാം. പിന്നെ നമ്മുടെ എയർപോർട്ട് സെക്യൂരിറ്റി ന്യൂയോർക്കിൻ്റെ ഇവനെ ബ്രിഡ്ജിൽ പോകും. ബാച്ച് കിട്ടിയിട്ടുണ്ട്, ഫുസി ഫ്ലയേഴ്സ് അവാർഡ്. ഒക്കെ നമുക്ക് ലാൻഡ് ആവാം ന്യൂയോർക്ക് സിറ്റി. താഴെ ഒരു പ്ലെയിൻ പോകുന്നു, അമേരിക്കൻ എയർലൈൻസ് ആയിരിക്കും. കേസ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാം ന്യൂയോർക്ക് സിറ്റിയിൽ. ഓക്കെ, ന്യൂയോർക്ക് സിറ്റി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാം. ന്യൂയോർക്ക് സിറ്റി ഞാൻ പോയിട്ടുണ്ട് ഒരു ദിവസം. ഞാൻ മറന്നുപോയി. എൻ്റെ ഒരു 5-6 വയസ്സ് ഞാൻ പോയിട്ടുണ്ട്. എയർപോർട്ട് ഇതുവരെ ഞാൻ മറന്നുപോയി എങ്ങനെയാണ്. നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട്. ഏത് സ്മൂത്ത് ലാൻഡിങ് ആവണേ. ഓ, എന്തുകൂടെ ചക്ക താഴെ വീണോ ഒരു ലാൻഡിങ്. ടയറും കളക്കി പോയി. ഓക്കെ ഗൈസ്, നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റി നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട്. ഈ ബിൽഡിംഗ് ഒക്കെ നമ്മുടെ മറ്റേ 9/11 ഒരു ബിൽഡിംഗ് ഒന്നും ഇപ്പം കാണുന്നില്ല. നമ്മളിപ്പം നമ്മുടെ വീഡിയോ ഇപ്പം ഇവിടെ എൻഡ് ചെയ്യാൻ പോകും. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് റിലീസാവും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ ഇന്നെങ്ങനെ റിലീസാവും. ബൈ സറ്റ. കമൻറ്റ് ചെയ്യണം. എന്നോട് കളിക്കണമെങ്കിൽ ബൈ.